അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇസ്രാ മിഅ്റാജ് നടന്ന പരിശുദ്ധമായ റജബ് 27 രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ഒരുപാട് അത്ഭുത പ്രതിഭാസങ്ങൾ നടന്ന ഏറ്റവും വലിയ മുഅ്ജിസത്തുകൾപ്പെട്ട ഒരു കാര്യമാണ് ഇസ്രാ മിഅ്റാജ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് വരെയുള്ള നിശാ പ്രയാണത്തിനാണ് ഇസ്രാ എന്നും, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശം താണ്ടി സിദ്റത്തുൽ മുന്തഹ കഴിഞ്ഞ് അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്തേക്കെത്തി അള്ളാഹുവിനോട് സംസാരിച്ച, അള്ളാഹുവിനെ നേരിട്ട് കണ്ട ആ ഒരു യാത്രയ്ക്ക് മിഅ്റാജ് എന്നും നാം പറയുന്നു. ഈ ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയിൽ ഇബാദത്തുകളെ കൊണ്ട് സമ്പന്നമാക്കണം, രാത്രി ഹയാത്താക്കണമെന്ന് മഹാന്മാർ നമ്മളോട് പറയുകയാണ്. ഒരു വർഷത്തിൽ 14 രാത്രികളിൽ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണമെന്ന് മഹാന്മാർ പറഞ്ഞ കൂട്ടത്തിൽ ഒരു രാത്രിയാണ് റജബ് 27 ഇസ്രാ മിഅ്റാജ് നടന്ന രാത്രി. ആ രാത്രിയിൽ മഹാന്മാർ പ്രത്യേകമായി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നിന്ന് 4 കാര്യം നമ്മുടെ ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നു. റജബ് 27 ഇസ്രാ മിഅ്റാജിൻ്റെ രാവ് നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം തസ്ബീഹ് അധികരിപ്പിക്കുക എന്നതാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജ് വേളയിൽ കണ്ടുമുട്ടിയ നബിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തങ്ങളോട് പറയാണ്, യാ മുഹമ്മദ് മുർ ഉമ്മത്തക അൻ യുക്സിറു ഖിറാസൽ ജന്ന, സ്വർഗത്തിൽ ചെടി നടലിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ സമുദായത്തോട് തങ്ങൾ പറയണമെന്ന് ഇബ്രാഹിം നബി ഹബീബായ തങ്ങളോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിക്കുകയാണ്, വമാ ഖിറാസുൽ ജന്ന, സ്വർഗത്തിൻ്റെ ചെടി ഏതാണെന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി മറുപടി പറയുന്നു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ഈ തസ്ബീഹ് അധികരിപ്പിക്കുക എന്നുള്ളത് സ്വർഗത്തിൽ ഒരു ചെടി നടുന്നതിൻ്റെ ഒരു തുല്യമാണ്. സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ധാരാളം ഈ തസ്ബീഹുകൾ പറയുന്ന ഒരു വ്യക്തി സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ആ സ്വർഗത്തിൽ ആ നട്ട ചെടികൾ വളർന്ന് വലുതായി അതിൻ്റെ ഫലങ്ങൾ ഈ വ്യക്തിക്ക് കിട്ടുമെന്നാണ് ഇതിൻ്റെ സാരാംശമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്രയും പവിത്രമായ ഒരു തസ്ബീഹാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ തസ്ബീഹ് ഇസ്രാ മിഅ്റാജിൻ്റെ രാവ് റജബ് 27 രാവ് നാം ഏറ്റവും ചുരുങ്ങിയത് 100 പ്രാവശ്യമെങ്കിലും പറയണമെന്നാണ്. ഉണങ്ങിയ മരത്തിൽ നിന്ന് ഇലകൾ ഉതിരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ ദോഷങ്ങൾ ഇല്ലായ്മ ചെയ്യാനും ദോഷങ്ങളിൽ നിന്ന് മുക്തമാകാനുമുള്ള ഒരു അവസരമാണ് ഈ തസ്ബീഹ് പറയുന്നത് വഴി നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രി ഏറ്റവും ചുരുങ്ങിയത് 100 പ്രാവശ്യം ഈ ദിക്ർ പറയണം. ഇത് ഒന്നാമത്തെ കാര്യമാണ്. റജബ് 27 ഇസ്രാ മിഅ്റാജിൻ്റെ രാവ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം മറ്റൊരു തസ്ബീഹാണ്. സുബ്ഹാനല്ലാഹിർ റഊഫ്, സുബ്ഹാനല്ലാഹിർ റഊഫ് എന്ന തസ്ബീഹ് 100 പ്രാവശ്യം പറയണം. ധാരാളം ഫലങ്ങളുള്ള ഒരു തസ്ബീഹാണ് ഈ തസ്ബീഹ് പതിവാക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുമ്പോൾ ഈ തസ്ബീഹ് പറഞ്ഞ കാരണമായി അതൊക്കെയും മാറിപ്പോകും, ഇല്ലായ്മ ചെയ്യുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇസ്രാ മിഅ്റാജിലെ രാത്രി ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാര്യം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുക എന്നതാണ്. ഏത് സ്വലാത്തും നമുക്ക് പറയാം, ഏത് സ്വലാത്തും അധികരിപ്പിക്കാം. അതേസമയത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം എന്ന സ്വലാത്ത് ഏറ്റവും ചുരുങ്ങിയത് 100 പ്രാവശ്യം പറയണമെന്നാണ് മഹാന്മാർ പറയുന്നത്. ഈ സ്വലാത്ത് പറഞ്ഞാൽ പരിശുദ്ധമായ രാത്രിയുടെ ബർക്കത്ത് കൊണ്ട് ഖിയാമത്ത് ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്തിലായി സ്വർഗത്തിൽ കടക്കുമെന്ന്, നബി തങ്ങളെ ഏറ്റവും അഖറബുൽ മുഖറബായ ആൾക്കാരിൽ പെടുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നാം ചെയ്യുന്ന ദുആകൾ ഖബൂലാകാൻ സ്വലാത്ത് കാരണമാണ്. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ടെൻഷനുകൾ അകന്നു കിട്ടാൻ സ്വലാത്ത് കാരണമാണ്. ദാരിദ്ര്യം വരാതിരിക്കാൻ സ്വലാത്ത് അധികരിപ്പിക്കൽ ഒരു കാരണമാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ റജബ് 27 ഇസ്രാ മിഅ്റാജിലെ രാത്രിയിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം എന്ന സ്വലാത്ത് ഏറ്റവും ചുരുങ്ങിയത് 100 പ്രാവശ്യം പറയണമെന്നാണ് മഹാന്മാർ പറയുന്നത്. ഇത് മൂന്നാമത്തെ കാര്യമാണ്.
ഇസ്രാ മിറാജിലെ രാത്രിയിൽ ചെയ്യേണ്ട നാലാമത്തെ കാര്യം ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ ദോഷങ്ങൾ, ആ ദോഷങ്ങളിൽ നിന്ന് കഴുകി വൃത്തിയാക്കാൻ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങേണ്ട ഒരു സാഹചര്യമാണ് നാം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് ഏറ്റവും പറ്റിയത് ഇസ്തിഗ്ഫാർ പറയുക എന്നതാണ്, അസ്തഗ്ഫിറുല്ലാഹ് പറയുക എന്നതാണ്. മഹാന്മാർ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ നേതാവാകുന്ന ആ ഒരു ഇസ്തിഗ്ഫാർ പ്രത്യേകമായി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنب فاغفر لي فإنه لا يغفر الذنوب إلا أنت എന്ന ഇസ്തിഗ്ഫാർ ഏറ്റവും ചുരുങ്ങിയത് 100 പ്രാവശ്യം പറയണമെന്നാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ തുടങ്ങി 27 രാത്രി ഹയാത്താക്കുക. ഇബാദത്തുകളെ കൊണ്ട്, ഖുർആൻ പാരായണങ്ങളെ കൊണ്ട്, ഇത്തിക്കാഫുകളെ കൊണ്ട്, വീട്ടിലിരുന്ന് കുടുംബത്തോട് ദുആ ചെയ്ത് നല്ല ഒരു സംവിധാനത്തിലേക്ക് എത്തുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതം പരിശുദ്ധമായ ഇസ്രാ മിഅ്റാജ് രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ധന്യമാക്കി തരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും നമ്മുടെ വീടുകളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിപ്പുള്ളവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും സന്തോഷവും നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.